ഇത് കോറൽ പോലത്തെ കല്ലുകളാണ്. ഇതെന്താ വ്യൂ മക്കളെ ഇവിടുത്തെ. ഈ സ്റ്റെപ്പ് വരെ നമുക്ക് എങ്ങനെ പോണേ നോക്കാം. ഇവിടെ സൈക്കിൾ വെച്ചില്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. ഈ കാണുന്ന ഒരു പന്നിയാണ് ഗൈസ്. ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബിൻ കൗ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആൻഡമാനിൽ വന്ന് ഇത് നമ്മുടെ എപ്പിസോഡ് 17 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ബീച്ചാണ് കാർബിൻ കൗ എന്ന് പറയുന്നത്. കാർബിൻ എന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ COB എന്നാണ്, കോർബിൻ എന്നാണ് പറയുന്നത്. ഞാൻ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു, അത് നിങ്ങൾ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് ചെറിയ വഞ്ചികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ചെറിയ ബോട്ടുകളൊക്കെയാണ്. അവിടെ ചെല്ലുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞത് പന്നികൾ ചെളി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാഞ്ഞൂണിനെ പിടിക്കുന്നതായിരിക്കും അവർ. ഇവിടെ സ്ഥിരമായി കാണാവുന്ന ഒരു കാഴ്ചയാണ് പന്നികൾ എന്ന് പറയുന്നത്. മിക്ക സ്ഥലത്തും നമുക്ക് പന്നികളെ കാണാം. കറുത്ത കളറുള്ള പന്നികൾ, വെളുത്ത കളറുള്ള പന്നികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ പൊതുവായ കാഴ്ച. ആൾക്കാരും ഇതിനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. ഇപ്പം ഇവിടെ വെള്ളം കുറവാണ്. ഞാൻ നേരത്തെ വന്ന സമയത്ത് ഇവിടെ നിറച്ചു വെള്ളമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പോലും വെള്ളത്തിൽ മുങ്ങി കയർന്നു കടന്നിരുന്നത്. ഈ ബോട്ടുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് ബോട്ടിൻ്റെ ഉൾഭാഗമൊക്കെ. നമുക്ക് ഉള്ളിൽ എന്തായാലും കയറാൻ പറ്റില്ല. ഞാനപ്പോൾ അവിടെ നിന്ന് മെല്ലെ നടന്നു. നമ്മൾ പോകുന്ന സ്ഥലം കോർബിൻ ബീച്ച് ആയതുകൊണ്ട് അവിടെ എത്താൻ ലേശം ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു അവിടെ നിന്ന്. സൈക്കിൾ എടുത്ത് ഞാൻ പിന്നെയും ഇറങ്ങി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും കേരളത്തിലാണോ എന്ന് തോന്നിപ്പോകും. കാരണം അതേപോലെയുള്ള കാടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് അവരുടെ ഒഴിവ് സമയം ചെലവഴിക്കാൻ വേണ്ടി വരും. ഇത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ബീച്ചാണ്. എന്നിരുന്നാലും ഇവിടെ കുറേയൊക്കെ വേസ്റ്റുകൾ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും വർക്ക് നടക്കുകയാണ്. ഈ കാണുന്ന തെങ്ങുംതോപ്പിൻ്റെ സൈഡുകളിലെല്ലാം മണ്ണിട്ട് നികത്തുകയാണ്. തെങ്ങിൻതോപ്പിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് തോന്നുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് തെങ്ങ് നിൽക്കുന്നത്. ഞാൻ പിന്നെ ആലോചിക്കുന്നത് ഈ ഉപ്പുവെള്ളത്തിൽ എങ്ങനെയാണ് തെങ്ങ് നിൽക്കുന്നതെന്ന്. ഞാനപ്പോൾ സൈക്കിള് സൈഡിലേക്ക് വെച്ചു. കാരണം സൈക്കിള് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഗേറ്റിൻ്റെ സൈഡിലാണ് ഞാൻ സൈക്കിൾ കയറ്റി വെച്ചത്. അവിടെ സാധാരണ സെക്യൂരിറ്റി ഉണ്ടാവുന്നതാണ്. സൈക്കിൾ ഇവിടെ തന്നെ സേഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നെ മഴ പെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ കുഴികളിൽ വെള്ളം കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വൃക്ഷങ്ങൾ എങ്ങനെയാണ് വളരുന്നതെന്ന് എനിക്ക് ഇതുവരെ ഒരു എത്തും പിടിയില്ല. കാരണം മണലിലാണ് എല്ലാം നിൽക്കുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ വന്നാൽ പോർട്ട് ബ്ലെയറിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ് ഈ കാർബിൻ കൗ എന്ന് പറയുന്ന ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് നമുക്ക് ഇവിടെ സൈഡിൽ കാണാം. ആൾക്കാർ ടൂറിസ്റ്റ് വരുന്നതെല്ലാം പ്ലാസ്റ്റിക് ഇവിടെ ഇടുകയാണ്. പിന്നെയും ഞാൻ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാം. ഇവിടെ 1 ലിറ്ററിൻ്റെ കുപ്പി നിരോധിച്ചിരിക്കുകയാണ്. 1 ലിറ്ററിൻ്റെ കുപ്പി നമുക്ക് എവിടെയും ആൻഡമാനിൽ ലഭ്യമല്ല. വെള്ളത്തിൻ്റെ കുപ്പികൾ 1 ലിറ്ററായി കിട്ടുന്ന എന്തും ഇവിടെ ബാൻഡാണ്. അപ്പം ഞാൻ നേരെ ചെല്ലുന്നത് ഒരു ജപ്പനീസ് ബങ്കറിലേക്കാണ്. ഇവിടെ ഈ കാണുന്ന ബങ്കറൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൻസിൽ നിന്ന് എല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ അത് അതിമനോഹരമാണ്. ഇവിടെ ഞാൻ മുമ്പും വന്നിട്ടുണ്ട്. പിന്നെയും ഇവിടെ വരാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കാണുക. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കാഴ്ച എടുക്കാൻ വേണ്ടി പോകും. ഇതിന് വലിയ ഉയരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കയറാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനെ കയറി നിൽക്കാൻ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയതാണ്. നമുക്ക് സൈഡിൽ താഴെ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം. ഈ ബീച്ചിൻ്റെ വെള്ളം അത്ര തെളിഞ്ഞ വെള്ളമൊന്നുമല്ല. ചില ഭാഗത്ത് മാത്രം തെളിമയുള്ളൂ. ഈ ബീച്ചിൽ നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതുമാത്രമല്ല ചില പോയിന്റുകളിൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. അത് എല്ലാ ബീച്ചിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉള്ളൂ. ഞാനിപ്പോൾ നടന്നിറങ്ങുന്ന പാറകളിലൊക്കെ വേലിയേറ്റ സമയത്ത് തിരമാലകൾ എത്തുന്നതാണ്. ഇത്രയും ഹൈറ്റിലൊക്കെ വെള്ളം കയറും. എന്നാൽ ബീച്ച് ഇപ്പോൾ നല്ലോണം ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ലോ ടൈഡാണ്. ലോ ടൈഡും ഹൈ ടൈഡും ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ ചെറിയൊരു ചെളിവെള്ളം പോലെ നമുക്ക് തോന്നും. നല്ല തെളിച്ചമൊന്നും ഈ വെള്ളത്തിനില്ല. എന്നാൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് നല്ല തെളിഞ്ഞ വെള്ളമായി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് വാട്ടർ ആക്ടിവിറ്റി, സ്നോർക്കലിംഗ്, ജെറ്റ് സ്കൈയിങ് ഇങ്ങനെയുള്ള കുറേ അനവധി ആക്ടിവിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡമാൻ ടൂർ പാക്കേജ് എടുത്ത് വരുന്നവർ എന്തായാലും ചോദിക്കണം കാർബിൻ കൗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്ന്.
കാരണം ഇവിടെ വന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. ഇത് അസാധ്യമായ ഒരു കാഴ്ച തന്നെ. ഞാനങ്ങനെ കാർബിൻ കവ് ബീച്ച് കണ്ടിട്ട് മെല്ലെ നടന്നു തിരിച്ച് ഇവിടെ നടക്കുന്ന വഴിയിൽ മൊത്തത്തിൽ വേസ്റ്റ് ഇട്ടേക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വരുന്നവർ എന്തിനാണ് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ വേസ്റ്റ് ഇട്ട് പോകണമെന്ന് അറിയില്ല. നല്ല ഒരു സ്ഥലത്ത് നശിപ്പിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം ആരും വേസ്റ്റ് കൊണ്ടുവന്ന് ഇടാതെ നോക്കുക. ഇവിടെ കുറേ പുരോഗമനം ഇപ്പോഴും നടക്കുന്നുണ്ട്. കുറേ ബിൽഡിങ്ങൊക്കെ സൈഡിൽ പണിയുന്നുണ്ട് ഈ ബീച്ചിൻ്റെ. ഞാനപ്പോൾ നടന്ന് സൈക്കിൾ ഇരിക്കുന്നവിടത്തേക്ക് എത്തി. സൈക്കിൾ ആരെങ്കിലും എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് മൊത്തം. ഞാൻ അങ്ങോട്ട് വേറൊരാൾ നമുക്ക് കറങ്ങാൻ വേണ്ടി തന്നിരിക്കുന്ന സൈക്കിൾ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എപ്പോഴും. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകുമോ എന്നുള്ളത്. ഇവിടെ അങ്ങനെ കള്ളന്മാരധികം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ചപ്രിമാരുണ്ട്. ചപ്രിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിലൊക്കെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കി നടക്കുന്ന കുറച്ച് ടീംസ്, അവരൊക്കെയാണ് ഇങ്ങനത്തെ പണികൾ ചെയ്യുള്ളൂ. സൈക്കിളിൻ്റെ കാറ്റഴിച്ചു വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചൊക്കെ വരുത്തുക. ഞാനപ്പോൾ അങ്ങനെ സൈക്കിളിൻ്റെ അവിടെ എത്തി. സൈക്കിളിന് ഒരു കുഴപ്പമൊന്നുമില്ല. നേരെ സൈക്കിളെടുത്ത് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് അയം അഷ്കർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള ഒരു ഇക്കൈനെയാണ്. സൈക്കിളിൻ്റെ രണ്ട് സൈഡിലും ലോഡ് പിടിപ്പിച്ച് ഓൾ ഇന്ത്യ മൊത്തം കറങ്ങുന്ന ചേട്ടനാണ് അഷ്കർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ നേരത്തെ പന്നീനെ കണ്ട സ്ഥലം. ഇവിടെ ഒഴുകുന്ന വെള്ളമൊന്നും കടലിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഈ കാണുന്നത് ചെറിയൊരു കണ്ടൽക്കാടാണ്. മുഴുവൻ ചെളി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. ഇവിടെ വൈകുന്നേരമാകുമ്പോൾ ആളുകൾ വന്ന് ചൂണ്ടയിടുന്നത് കാണാം. കാലാവസ്ഥ ചെറുതായിട്ട് മാറി തുടങ്ങി. നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത് കണ്ട് ഒരു ചേട്ടൻ നമ്മളെ നോക്കി ചിരിക്കണ്ടായി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാർബിൻ കവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എന്തായാലും ആൻഡമാനിൽ വരുവാണെങ്കിൽ വരണം തീർച്ചയായും. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് മാത്രം തിരിച്ചു പോവുക, അല്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.